അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയില് സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങൾ എന്തിനു രാജിവെക്കണം? പോയി ഇവിടുത്തെ പണി പോയി. സരയു മോഹൻ പറഞ്ഞു. ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോന്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും സൈലന്റ് കില്ലർ പോയിസൺ ആണ് സരയു മോഹൻ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫ്ലാഷ് ബാക്ക്. End of flashback. അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. സരയു മോഹന്റെ ഹസ്ബൻഡിനാണ് അന്ന് കുടുംബ സംഗമം തുടങ്ങിയ സമയത്ത് 2.5 ലക്ഷം രൂപയുടെ ഒരിത് കൊടുത്തത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അത് ഞങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഞാൻ അയച്ച ഒരു മെയില് എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കിട്ടിയത്? അപ്പൊ എന്റെ സംഘടനയെ കുറിച്ച് എനിക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ഞാൻ സംഘടനയിൽ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസർ സംഘടനയിൽ ഞാൻ അയച്ച ഒരു മെയില് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ചാനലിന് കിട്ടിയത്? എന്താ ഉറക്കം വരുന്നു. അവിടെ നടക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗില് പല കാര്യങ്ങൾ അവർ വീടുകളിൽ എത്തുന്ന മുമ്പ് ഒരു ഓൺലൈൻ ചാനൽ എങ്ങനെയാണ് അറിയുന്നത്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പുറത്തുള്ള ആൾക്കാരും ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഇവർ ഒരു ഓൺലൈൻ ചാനൽ വഴി പറയിപ്പിച്ചത്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.